ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു എഗ് 65 റെസിപ്പിയാണ്. അത് നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടി, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും, 2 സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടുകയാണ്. ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി പൊട്ടിച്ച് വെക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു കുഞ്ഞ് ബോൾസ് രൂപേന പക്കാവട ഉണ്ടാക്കുന്ന രൂപേന നമ്മൾ ഒരു സ്മോൾ ബോളായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായി വറുത്തെടുക്കുകയാണ്. ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തെടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂണ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇടുന്നു. നമ്മളൊരു സ്പൂണ് വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നു. നമ്മളിതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. നന്നായി നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്വയർ ടൈപ്പായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇടുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ സവോള നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു സ്പൂണ് ചില്ലി സോസ് ആഡ് ചെയ്യാണ്. ഏകദേശം നന്നായിട്ട് ഒന്ന് സ്മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂണ് ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഒരു സ്പൂണല്ല, ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ നമ്മുടെ എന്താ പറയുക എഗ്ഗ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ എഗ് 65 റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എഗ് 65. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് സെർവ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.